ഉള്ളത് വരാപ്പുഴ മത്സ്യ മാർക്കറ്റിലാണ്. നമുക്കിവിടെ കാണാം ഈ ഒഴിഞ്ഞ ബോക്സുകൾ കണ്ടാൽ തന്നെ നമുക്കറിയാം ട്രോളിംഗ് ഇവിടെ എത്രത്തോളം ബാധിച്ചിരിക്കുന്നു എന്ന് ഇവിടെയുള്ള ഒഴിഞ്ഞ ഓരോ ബോക്സുകൾ കണ്ടാലും നമുക്ക് മനസ്സിലാകും. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികളോടും അല്ലെങ്കിൽ ഈ മീൻ വിൽക്കുന്ന ആൾക്കാരോട് കൂടിയും ചോദിച്ച് മനസ്സിലാക്കാം. ഒരു ഫിക്സ്ഡ് വിലയൊന്നും പറയാൻ പറ്റില്ല. ചാളക്ക് 340 വരെ മണ്ണുണ്ട്. ഇന്നത്തെ മാർക്കറ്റ് 260. അതുകൊണ്ട് വില ഇപ്പോൾ കൂടെ കുറയുകയൊക്കെ ചെയ്യും. മാർക്കറ്റാണല്ലോ. പിന്നെ പുഴമീനൊക്കെ ഇത്തിരി വില കുറവുണ്ട്. അല്ല, ഈ ട്രോളിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ മീൻ കിട്ടാത്ത അവസ്ഥ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ മീൻ കുറവാണ്. കടമീൻ കുറവാണ്. ചാളയിലേക്ക് കുറവാണ്. വില കൂടിക്കൊണ്ടിരിക്കും. കടലിൽ പോകാൻ പറ്റില്ലല്ലോ. ഇനി അതൊരു മാസം കഴിയണം. പുഴ മത്സ്യങ്ങളായിരിക്കുള്ളൂ ഈ വരാപ്പുഴ മാർക്കറ്റിൽ വിൽപ്പന നടക്കണം കൂടുതലും. ഇവിടെ വരാപ്പുഴ മാർക്കറ്റിൽ കൂടുതൽ ആൾക്കാർ വന്നത് പുഴമീത്തിന് വേണ്ടിയാണ് വന്നത്. അതിവിടെ ഇപ്പോൾ ധാരാളം കിട്ടുന്നുണ്ട്. ബാധിച്ചിട്ടുണ്ട്. അത് ഒരു വശത്ത് കൂടി പോണ പുഴയാണ് പെരിയാർ. ഇത് 2 വശമുണ്ട്. ഒന്ന് കോട്ടുള്ളി, ചാത്തനാട്, അങ്ങനെ കടമുക്കടി ആ ഭാഗത്തേക്കൊന്നും വിഷവെള്ളം ചെന്നിട്ടില്ല. പിന്നെ അവിടെയുള്ള ഭാഗത്താണ് ചെമ്മിക്കെട്ടുകൾ കൂടുതലുള്ളത്. ഈ വിഷം വെള്ളം വന്നപ്പോഴേക്കും ദേവസ്വം പാടം ഈ ചെമ്മിക്കെട്ടുകളിലെ പലകളെല്ലാം ഇട്ട് ചെമ്മിക്കെട്ട് ഷട്ടർ ഉണ്ടല്ലോ, ആ ഷട്ടർ ഇട്ട് വിഷവെള്ളം പോയതിന് ശേഷമാണ് അതൊക്കെ തുറന്ന് മീൻ പിടിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് പുഴമീത്തിന് ഒരു കുഴപ്പമില്ല. കംപ്ലൈൻ്റ് ഇല്ലാത്ത മീനാണ് വന്നത്. ട്രോളിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മീനിൻ്റെ ലഭ്യത കുറവാണ്. അതനുസരിച്ച് മീൻ വിലയും വരുന്നുണ്ട്. പിന്നെ എല്ലാവരും നല്ല മീനുകളാണ് ഇപ്പോൾ വരുന്നതെല്ലാം. എല്ലാം ഫൈബർ ബോട്ടുകാരുടെ മീനാണ് വന്നത്. അതനുസരിച്ച് പിന്നെ തട്ടുകളൊക്കെ ഒഴിഞ്ഞെടുക്കണം. അതുകൊണ്ടാണ് മീനിൻ്റെ ലഭ്യത കുറവാണ്. ഇനി ട്രോളിങ് കഴിഞ്ഞാലാണ് മീനിൻ്റെ പഴയ പോലെ എല്ലാത്തിനും. അപ്പോൾ ചാളക്കൊക്കെ വില കുറയും. ഇപ്പോൾ കൂടി നിൽക്കുന്നതാണ്. അത് ലേലം വിൽക്കുന്നതനുസരിച്ചാണ് ഇവിടെ വില കൂടുന്നത്. ലേലത്തിൽ ഒരുപാട് ആളുകൾ പങ്കെടുത്ത് മത്സ്യം അധികം കിട്ടുകയാണെങ്കിൽ ലേലത്തിൽ തുക കുറയും. അതാണ് ശരിക്കും മീനിൻ്റെ കാര്യങ്ങളിൽ നടക്കുന്നത്. പിന്നെ പുറമേ നിന്നുള്ള മീനൊന്നും ഇവിടെ അങ്ങനെ വന്നില്ല. ഇവിടെ എല്ലാം നല്ല ഫ്രഷ് മീനാണ് വന്നത്. ട്രോളിംഗ് നിരോധനം മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെ എത്രത്തോളം ബാധിച്ചിരിക്കുന്നു എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് നമുക്ക് ഈ മാർക്കറ്റിൽ നിന്നും ലഭ്യമാകുന്നത്. ഇവിടെ ഒഴിഞ്ഞ ബോക്സുകളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നതും അതേ കാഴ്ച തന്നെയാണ്. ക്യാമറമാൻ പ്രത്യുഷിനോടൊപ്പം പ്രീതു, ഹ്യൂമൻ റൈറ്റ്സ്.